ഹലോ മൈ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് അത്തറിൻ്റെ മണമുള്ള ഖത്തറിലേക്ക്. നേരം ഞാൻ നല്ലോണം അത് പുറത്തോട്ടൊക്കെ നോക്കി നല്ല സുന്ദരിയായിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പ്ലെയിനിലുള്ള കയറി കുത്തിരുന്നപ്പോൾ പറഞ്ഞ് എന്തോ ചെറിയ കംപ്ലൈൻറ്റ് നിങ്ങളൊന്ന് കീന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കീഞ്ഞു കുത്തിഞ്ഞ് പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ ട്രോള് കൊണ്ട് കളിച്ച് പിന്നെ ഉന്തിക്കളിച്ച് പിന്നെ ഉന്തിക്കളിച്ച് പിന്നെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയി ഉന്തിക്കളിച്ച് പിന്നെയും വന്ന് ഉന്തിക്കളിച്ച് പിന്നെ എനിക്ക് കുറേ വാക്കൊക്കെ കേട്ട് പിന്നെ ഞാൻ നിർത്തുമോ ഞാൻ പിന്നെയും കളിച്ച് പിന്നെ ഉന്തിക്കളിച്ച് പിന്നെ 2-3 പ്രാവശ്യം പോകാൻ പോയി. പിന്നെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം റെഡിയാണ്. അന്നേരം ഞങ്ങൾക്ക് പോകുന്ന വെച്ച് വിശന്നപ്പം ഒരു സാൻഡ്വിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ നീങ്ങി തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ നീങ്ങി 5-6 മിനിറ്റ് നീങ്ങിപ്പോയി. അവസാനം പറന്ന് നല്ല രസമുണ്ടായിരുന്നു താഴത്തേക്ക് നോക്കുമ്പം. പിന്നെ നല്ലോണം പറഞ്ഞ് ഞങ്ങൾക്ക് ഫുഡും ഉണ്ടോ തന്ന്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇവിടെ നടന്നൊരു ഫ്രണ്ടിനെ കിട്ടി, പാത്തുവിനെ കിട്ടി. പാത്തു പിന്നെ ഞങ്ങളോട് ഗെയിമൊക്കെ കളിച്ച് കാർട്ടൂണൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവൾ അതിലങ്ങ് മുങ്ങിപ്പോയി. അവൾ കുറേ നേരം കാർട്ടൂണൊക്കെ കണ്ട് ഞങ്ങളോടെയായിരുന്നു. പിന്നെ ഞാനും അവളും കുറേ കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ കുറേ നേരം കാർട്ടൂണൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കുറച്ച് നേരം നോക്കിയൊക്കെ കുത്തിഞ്ഞു. പിന്നെ ഞാനും ആദ്യം കൂടി അടി ഉണ്ടാക്കിയ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് പിന്നെ കുറേ നേരം അടി ഉണ്ടാക്കിയതിന് പിന്നെ അവർ ഉമ്മച്ചിയുടെ ഒക്കെ പോയി പറഞ്ഞ അവസാനം ഞങ്ങൾ അടി ഉണ്ടാക്കി അവസാനം പിന്നെ കൊടുത്ത് പിന്നെ ഇത് ലാൻഡ് ചെയ്യാനായി. അപ്പം പുറത്തേക്കൊക്കെ നോക്കുന്നേരം നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞൊക്കെ നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ചേച്ചീനെ കിട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്കൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഞാൻ 2-3 മണിക്കൂർ ഉറങ്ങി. പിന്നെ നോക്കുന്നേരം നല്ല രസമുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കുന്നേരം. പിന്നെ വാപ്പ ഞങ്ങളെ കൂട്ടാൻ വന്ന് ബൊക്കെ കൊണ്ടായിരുന്നു വന്നത്. പിന്നെ വാപ്പാൻ്റെ വണ്ടി കയറി ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പം